കോപ്പിയടി പിടികൂടിയ അധ്യാപകനെ വ്യാജ പീഡന പരാതി കൊടുത്ത് വിദ്യാർത്ഥിനികൾ ജയിലിലടയ്ക്കാൻ വേണ്ടി മുൻകൈയെടുക്കുക. ഒരു കാലത്ത് നമുക്ക് ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധം വളരെ പവിത്രമായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് ശിക്ഷിച്ചാൽ എന്തിനാണ് എൻ്റെ അധ്യാപകൻ എന്നെ ശിക്ഷിച്ചത് എന്ന് തിരിച്ചറിയാൻ ബോധ്യമുള്ളൊരു തലമുറയായിരുന്നു ഒരു കാലഘട്ടത്തിനപ്പുറം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. അവസാന നിമിഷത്തിൽ പരീക്ഷാ ഹാളിൽ കോപ്പിയടിച്ച വിദ്യാർത്ഥിനികളെ ഒരു അധ്യാപകൻ കൈയോടെ പിടികൂടുന്നു. ആ അധ്യാപകനെതിരെ വിദ്യാർത്ഥിനികൾ ഒരു പീഡന പരാതി കൊടുക്കുന്നു. എന്തായാലും സംഭവം നടന്നൊരു 11 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അധ്യാപകൻ ഇപ്പോൾ വൈകിയാണെങ്കിലും നീതി ലഭിച്ചു. ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ? ഈ ഒരു പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞോ? എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കേസിൻ്റെ അവസ്ഥ എന്താണ്? നമ്മളിപ്പോൾ ഈ അടുത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണത്. 3 വർഷമാണ് ആ മനുഷ്യൻ ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതായത് 3 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. പീഡനക്കാരൻ എന്നുള്ള ലേബൽ വീഴുന്നു. അതും 5 വിദ്യാർത്ഥിനികളാണ് പരാതി കൊടുത്തിരിക്കുന്നത്. 5 വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച അത്രയും ക്രൂരനായ സ്ത്രീലമ്പടനായ അധ്യാപകൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് വീഴുകയാണ്. പക്ഷെ അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസവും ബോധ്യവും ഉള്ളതുകൊണ്ട് അദ്ദേഹം നിയമപോരാട്ടം തുടർന്നു. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ 11 വർഷത്തിന് ശേഷം അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ, അദ്ദേഹം മൂന്നാർ ഗവൺമെൻറ് കോളേജിലെ ആ പരീക്ഷ നടക്കുന്ന സമയത്ത് അഡീഷണൽ ചീഫ് എക്സാമിനർ ആയിരുന്നു. പരീക്ഷ 2014 പരീക്ഷ നടക്കുന്നത്. സെപ്റ്റംബർ 5-ാം തീയതിയിൽ പരീക്ഷ നടക്കുമ്പോഴാണ് ആകെ 8 പേരാണ് അന്ന് അവിടെ പരീക്ഷ എഴുതിയത്. ആ 8 പേരിൽ എക്കണോമിക്സ് പരീക്ഷ, ആ എക്കണോമിക്സ് പരീക്ഷ 2ാം സെമസ്റ്റർ എക്കണോമിക്സ് പരീക്ഷ നടക്കുന്നു. 8 പേര് പരീക്ഷ എഴുതുന്നു. 5 വിദ്യാർത്ഥിനികൾ കോപ്പി അടിക്കുന്നു. 5 വിദ്യാർത്ഥിനികൾ കോപ്പി അടിച്ചപ്പോൾ അദ്ദേഹം അവരെ കോപ്പിയടിക്ക് പിടികൂടുന്നു. അപ്പോൾ പിടികൂടിയ ഉടനെ അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് അവിടെ ഇൻവിജിലേറ്ററെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ഇതുപോലെ നമ്മുടെ ഒരു ഓണക്കാലത്താണ് റിപ്പോർട്ട് ചെയ്യണം, സർവകലാശാലയിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നു, നാട്ടിലേക്ക് പോകുന്നു. പക്ഷെ തിരികെ ഓണാവധി കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, കോപ്പിയടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമത് ഇദ്ദേഹത്തിനെതിരെ ഈ 5 വിദ്യാർത്ഥിനികളുടെ പീഡന പരാതി ആരോപണം ഉണ്ടായിരിക്കുന്നു. അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കുന്നു, വനിതാ കമ്മീഷന് പരാതി പോയിരിക്കുന്നു. ഇങ്ങനെ കൃത്യമായി 2 ഇടങ്ങളിലേക്ക് പരാതി പോയിരിക്കുകയാണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഈ അധ്യാപകൻ തിരികെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, സർവകലാശാലയ്ക്ക് കോപ്പിയടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ്, സർവകലാശാലയിലേക്ക് വിളിച്ച് പറയുകയാണ്. അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്ക് പരാതി മൂക്കുന്നു, ഇദ്ദേഹത്തെ കുടുക്കിയേ പറ്റൂ. ഇദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിൻസിപ്പൽ, അന്നത്തെ കോളേജ് പ്രിൻസിപ്പൽ, അതുപോലെ അധ്യാപകർ, അതുപോലെ അന്നത്തെ MLA ആയിരുന്ന എസ് രാജേന്ദ്രൻ അവിടുത്തെ MLA ആയിരുന്നു. ഇവർക്കെല്ലാം ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രിൻസിപ്പൽ സ്വാഭാവികമായിട്ടും ഒരു കോപ്പിയടി പിടിക്കുമ്പോൾ പ്രിൻസിപ്പൽ അധ്യാപകനൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്, മറ്റധ്യാപകരും അധ്യാപകനൊപ്പമാണ് നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ച് ഇദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കുന്നു. ഇദ്ദേഹം പീഡിപ്പിച്ചു എന്നുള്ള പരാതി, അതായത് ഓഗസ്റ്റ് മാസം മുതൽ 2014 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 5 വരെയുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹം ഈ കുട്ടികളെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. സമയത്തായി പലതവണയെ പീഡിപ്പിച്ചു. ചെറിയ ആരോപണമല്ല. അത് 5 പേര്, ഒരാളല്ലല്ലോ കൊടുക്കുന്നത്, 5 പേര് കൊടുക്കുകയാണ്. അപ്പം അത്രയും വിദ്യാർത്ഥിനികളെ ഇദ്ദേഹം പീഡിപ്പിച്ചു, ലൈംഗികമായി ഉപയോഗിച്ചു, ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പരാതി വരികയാണ്. അപ്പോൾ വകുപ്പ് തല അന്വേഷണം വരുന്നു. ഇദ്ദേഹം അധ്യാപകൻ പറയുന്നത് ആ വകുപ്പ് തല അന്വേഷണത്തിലും ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടല്ല എടുത്തത്. കാരണം ഇദ്ദേഹത്തിനെ കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ അന്വേഷണവും പോയത്. ഇദ്ദേഹം എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്നു അവിടുത്തെ കോളേജിലെ, മൂന്നാർ ഗവൺമെൻറ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗത്തിൻ്റെ മേധാവിയാണ്. അപ്പം അത്രയും എക്കണോമിക്സ് വിഭാഗത്തിന്റെ മേധാവിയായി നിൽക്കുന്ന ഒരാൾക്കാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. ഈ അധ്യാപകർ തമ്മിൽ നമുക്ക് അറിയാമല്ലോ, ഈ അടുത്തൊരു സ്കൂളിലാണ് ആ സ്കൂളിലെ അധ്യാപിക, ആ സ്കൂളിലെ തന്നെ ഒരു അധ്യാപകനും വിദ്യാർത്ഥിനിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ സന്ദേശം അയക്കുകയും ഈ കുട്ടി സ്കൂളിൽ വരാതിരുന്നതിന് കാരണം ഈ അധ്യാപകനാണ്, അധ്യാപകന്റെ
ഉപദ്രവമാണ് എന്ന് പറഞ്ഞ് ഇത് കുട്ടി പിന്നീട് സ്കൂളിൽ വന്നപ്പോഴാണ് അറിയുന്നത് കുട്ടി സുഖമില്ലാത്തത് കൊണ്ട് സ്കൂളിൽ വരാതിരുന്നതാണ്. അപ്പൊ അധ്യാപകനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ അധ്യാപകനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ആ സ്കൂൾ ഈ അധ്യാപകരുടെ മനസ്സെങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. പണ്ടൊക്കെ ഗുരുനാഥൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ തമ്മിൽ ഏതെങ്കിലും വൈരാഗ്യം ആ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂളിൽ തന്നെ വേറൊരു വിദ്യാർത്ഥിനി പെൺകുട്ടി, അത് ശരിക്കും പറഞ്ഞാൽ പോക്സോ കേസാ. അപ്പോൾ ആ ഇയാൾ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടാണ് വരാത്തത് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഈ സന്ദേശം കൊടുക്കുന്നു, ഈ സന്ദേശം അയക്കുന്നു ഈ ടീച്ചർ. സന അന്വേഷിച്ചു വന്നപ്പോൾ ആ കുട്ടി തന്നെ വന്ന് യാഥാർത്ഥ്യം വെളിപ്പെടുത്തി, അങ്ങനെ ഒരു സംഭവം ഇല്ല, എനിക്ക് മാനസികമായി ഇവരിങ്ങനെ പറയുന്നത് കാരണം എനിക്ക് സ്കൂളിൽ വരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അന്വേഷിക്കുന്നു, ഈ ടീച്ചറെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിലാണ് അധ്യാപകരുടെ മനസ്സ്. പണ്ടൊക്കെയാണ് അധ്യാപകര്, നമുക്കറിയാം പണ്ടത്തെ അധ്യാപകരെന്നൊക്കെ പറഞ്ഞാൽ വെള്ളയാണ് അവരുടെ വസ്ത്രം, അതായത് ശുഭ്ര വസ്ത്രധാരികളായിട്ടുള്ള അധ്യാപകരാണ്. കയ്യിൽ ചൂരലും കാണും, വസ്ത്രം വെള്ളയാണെങ്കിലും കൈ ചൂരൽ കാണും. നേരത്തെ ജയശങ്കർ പറഞ്ഞ പോലെ അവരോട് നമുക്കൊരു ബഹുമാനം കാണും. രണ്ടടി തന്നാലും നമുക്ക് അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയൊന്നുമില്ല. അതൊക്കെ നമ്മളെന്തോ കുറ്റം ചെയ്തുകൊണ്ടാണ് അധ്യാപകൻ നമ്മളെ ശിക്ഷിച്ചത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം കണ്ടാലും ആ സ്നേഹം അധ്യാപകനും വിദ്യാർത്ഥിക്കും തമ്മിലുണ്ട്. ഇപ്പൊ ഇവിടെ പരാതി കൊടുത്തതിന് ശേഷം 4 കേസുകൾ എടുക്കുന്നു. 4 കേസുകൾ എടുത്തതിനകത്ത് 2 അപ്പൊ ഈ അധ്യാപകൻ പറയുന്ന ഒരു കാര്യം, അന്നത്തെ ദിവസം ഈ വ്യാപകമായ കോപ്പിയടിയാണ് അവിടെ നടന്നത്. വ്യാപകമായ കോപ്പിയടി 2014 പരീക്ഷാ സമയത്ത് അവിടെ നടന്നു. സർവകലാശാലയുടെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ആ സമയത്ത് ആ കോളേജിൽ. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, അയാള് ജോലിക്കായിട്ട് ചെന്ന സമയത്ത് ആ ഓഫീസിൽ എല്ലാവരും കൈക്കൂലി വാങ്ങിക്കും. അപ്പൊ ഇദ്ദേഹം വലിയ ആദർശവാനായത്, ഈ അടുത്ത നമ്മൾ ഇങ്ങോട്ട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ആദർശവാനായതുകൊണ്ട് പുള്ളി കൈക്കൂലി വാങ്ങിക്കത്തില്ല. അപ്പോ ഇവര് പറഞ്ഞു, നിങ്ങൾ ഒന്നിയിൽ ഞങ്ങളുടെ കൂടെ ചേരണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓഫീസിൽ നിന്ന് മാറി വേറെ പോകണം, ഇത് രണ്ടും നടക്കത്തില്ല, ഞങ്ങൾ വാങ്ങിക്കും. പറഞ്ഞു നിങ്ങൾ വാങ്ങിച്ചോ, ഞാൻ തടസ്സം നിൽക്കുന്നില്ലല്ലോ. അവൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ഒന്നിൽ ഞങ്ങളുടെ കൂടെ ചേരണം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇയാൾ ഇത് വാങ്ങിക്കാത്തതുകൊണ്ട് ഇയാളെ മാനസികമായി ഒറ്റപ്പെടുത്തുക, ഇയാൾക്ക് വർക്ക് ലോഡ് കൂടുതൽ കൊടുക്കുക, ഈ പരിപാടികളൊക്കെ ഇയാളെ എങ്ങനെയും തളർത്തുക എന്നുള്ള രീതിയിലേക്ക് പോകും. ഇവിടെയും എനിക്ക് തോന്നിയത് ഈ സത്യസന്ധനായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളെ ആ ജോലി സ്ഥലത്ത് ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം വേറൊരു കാറ്റഗറിയിൽപ്പെട്ട ഒരു മനുഷ്യനും ബാക്കി എല്ലാവരും നമ്മൾ പണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ സജീവമായിട്ട് കോളേജുകളിലുണ്ട്, അതും സജീവമായിട്ട് ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും ഈ തലപ്പത്തിരിക്കുന്ന നമ്മൾ സംസാരിച്ച പോലെ പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ മറ്റ് അധ്യാപകർക്കോ ഒക്കെ ഒരു പാർട്ടി ചായവോ അല്ലെങ്കിൽ പാർട്ടിയുടെ വക്താക്കളോ ഒക്കെ ആയി മാറുന്ന സമയത്താണ് ഇത്തരത്തിൽ അവരുടെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ അവരെ പിണക്കണ്ട എന്നൊക്കെ ഒരു രീതിയിലേക്ക് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപകനൊപ്പം നിൽക്കേണ്ട ആ ഗ്രൂപ്പ് ഓഫ് അധ്യാപകർ തന്നെ വളരെ സംഘടിതമായി ക്രൈമിന് കൂട്ടുനിൽക്കുകയാണ്. ഒരുപക്ഷെ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിൽ ഈ അദ്ദേഹത്തിന് ഈ അധ്യാപകനെ ഡിഫെൻഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായേനെ. കൃത്യമായിട്ട് ഇതിന് മുൻപേ റിപ്പോർട്ട് ചെയ്തു, അതിനുശേഷം പിറ്റേ ദിവസം വിദ്യാർത്ഥികൾ പീഡന പരാതി കൊടുക്കുന്നു എന്നൊക്കെ വാദിക്കാമായിരുന്നു. അതിന് പോലും ഒരു അവസരം കിട്ടിയില്ല. കാരണം ഇദ്ദേഹത്തിനെതിരെ സ്ട്രോങ് ആയി മൊഴി കൊടുക്കുകയല്ലേ. മൊഴി കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ കോടതി എപ്പോഴും തെളിവുകളാണല്ലോ നോക്കുന്നത്. അപ്പോൾ പോലീസായാലും അപ്പോൾ പോലീസ് ചെയ്യുന്ന എന്താ, ഒരാളെ കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ പോലീസിന് കൊടുക്കാം, ആ രീതിയിലാണ് പോലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ചാലും പോലീസിന് ചെയ്യാം. അതാണല്ലോ പോലീസിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായ തെളിവുകളുമായിട്ട്, അല്ലെങ്കിൽ പിന്നെ ചില കേസുകൾ ഈ ഒരാളെ നമ്മുടെ നിയമ സംവിധാനം ഇപ്പോൾ വ്യാജ പീഡന പരാതി കൊടുക്കുന്നു, വേറെ സ്ഥലങ്ങളിലാണെങ്കിൽ കൃത്യമായി അന്വേഷിച്ചതിന് ശേഷമാണ് ഇത് സത്യമാണോ അല്ലയോ എന്ന്. ഇതങ്ങനെയല്ല, ഒരു പരാതി കിട്ടിയ ഉടനെ അയാളെ പിടിച്ചകത്തിടുകയാണ്. അതിനുശേഷമാണ് പിന്നീട്, അത് മാത്രമല്ല ഈ തെളിയിക്കേണ്ട ബാധ്യതയും പിന്നീട് ഈ പ്രതിയാകുന്ന ആൾക്കാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ പീഡന പരാതി അല്ലെങ്കിൽ പോക്സോ പരാതികളൊക്കെ എത്രയും പെട്ടെന്ന് നടപടി എടുക്കുക, അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പോലീസിന്റെ കൂടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ പറഞ്ഞാലും ഈ മറുവശത്ത് നിൽക്കുന്ന ആരോപണ വിധേയന്റെ വാദങ്ങൾ കേൾക്കാൻ ഒന്നും തയ്യാറാകില്ല. ആദ്യം പോയി അറസ്റ്റ് ചെയ്യുക, അതിനുശേഷം എന്താണെന്ന് ഒന്നേന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഒരു ശൈലി. അപ്പൊ നമ്മൾ തന്നെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ, അത്രയും പ്രായമായ ആ മനുഷ്യനെ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ കാമുകനാണ് അതിനകത്ത് യഥാർത്ഥ വില്ലൻ. ആ മനുഷ്യനെ അപ്പം അയാളെ പോക്സോ കേസിലകത്താക്കി. എത്രയോ നാളിന് ശേഷം അദ്ദേഹം എന്തുമാത്രം ഈ മനുഷ്യരൊക്കെ, ഈ നിരപരാധികളായ മനുഷ്യരൊക്കെ നമ്മളിങ്ങനെയൊന്നും പറയുന്ന പോലെ അല്ലല്ലോ, അവര് അനുഭവിക്കുന്ന മാനസിക ആഘാതം, ട്രോമ, പിന്നെ അവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന, സമൂഹത്തിൽ നിന്ന് നേരിടുന്ന ഒരു അവഗണനയുണ്ടല്ലോ. ചേട്ടി പറഞ്ഞ പോലെ ആ വ്യക്തിയുടെ ഭാര്യയോ കുട്ടികളോ ഒക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് അവർക്ക് കേൾക്കേണ്ടി വരുന്ന കളിയാക്കലും നീണ്ട 11 വർഷമാണ് സംഭവം നടന്നത്. അതായത് ഈ ആരോപണ വിധേയനായി അദ്ദേഹം നിൽക്കാൻ തുടങ്ങി 11 വർഷമായി.
അപ്പോൾ എന്തായാലും 4 കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം 2 എണ്ണത്തിൽ കുറ്റക്കാരനാണ് എന്ന് ദേവികുളം കോടതി കണ്ടെത്തുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് അങ്ങനെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയപ്പോൾ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ കോടതി ഈ പരാതി വ്യാജമാണ് എന്ന്, വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്താണ് ഇത്തരമൊരു പരാതി നൽകിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോടതി ഇദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി. ഏറ്റവും ഒടുവിലത്തെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹം കുറ്റക്കാരനല്ല. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം വ്യാജ പരാതികൾ കൊടുക്കുന്ന ആളുകൾക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം ഇത് വ്യാജമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവർക്കെതിരെ കേസെടുക്കണം. അതിന് മറ്റൊരാൾ ഈ കുറ്റവിമുക്തനാക്കപ്പെട്ട ആൾ പരാതി കൊടുക്കുക പോലും ചെയ്യാണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ പരാതി കൊടുപ്പ് അവിടെ നിൽക്കും. മിക്കപ്പോഴും പോക്സോ ഉപയോഗിച്ച് ധാരാളം ഈ ഒരു അധ്യാപകൻ അദ്ദേഹം ഒരു 2 ആഴ്ച മറ്റോ ആയതേ ഉള്ളൂ കുറ്റവിമുക്തനായിട്ട്. അദ്ദേഹത്തിനെയും പോക്സോ കേസിൽ അകത്താക്കി. പിന്നീട് ആ കുട്ടി തന്നെ വന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയത്. പലപ്പോഴും കുട്ടികൾക്ക് പിന്നീട് വരുമ്പോഴത്തേക്ക് കുറ്റബോധമൊക്കെ ഉണ്ടായിട്ട് അവരത് ഈ സെക്യൂരിറ്റിക്കാരൻ്റെ തന്നെ കോടതിയിൽ ഇത് കേസ് വന്നപ്പോൾ ആ കുട്ടിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോഴാണ് പെട്ടെന്ന് മനസ്താപം ഉണ്ടാകുന്നത്. അങ്ങനെ എത്രയോ ആളുകൾ ഇതൊക്കെ നമ്മൾ ഇവരൊക്കെ രക്ഷപ്പെട്ടു വരുന്ന ആളുകളാണ്, കുറച്ച് വൈകിയാണെങ്കിൽ. അതല്ലാത്ത എത്രയോ ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മനുഷ്യരെയൊക്കെ ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള നിയമം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കൃത്യമായി നമ്മൾ ഗൗരവതരമായി ഇനിയെങ്കിലും ചിന്തിക്കണം. കാരണം ഇത്തരം നിയമങ്ങൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒരാളെ ഇത്തരം ഒരു കേസിൽ, പീഡന കേസിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പോക്സോ കേസിൽ കൊടുക്കാം. വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഈ 2 കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേകിച്ച് നമ്മൾ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങൾ വന്നിട്ടുള്ളത്, കുട്ടികളെയായാലും സ്ത്രീകളെയായാലും. പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ധാരാളം ഇപ്പോൾ കണ്ടുവരുന്നു. അപ്പോൾ ആ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മുടെ നിയമ സംവിധാനം കൃത്യമായി നമ്മൾ ആലോചിക്കണം. കാരണം ഈ രാഹുൽ ഈശ്വറൊക്കെ ഇപ്പം പുരുഷന്മാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന സംഘടന പിന്നെ ഈ മെൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട്. അവരുടെ പിന്നെ നിലപാടുകൾ പലപ്പോഴും അപഹാസ്യമാകുന്ന നിലപാടുകളാണ് ഒക്കെ സ്വീകരിക്കുന്നത്. പക്ഷേ പുരുഷന്മാരെ ഇത്തരം കേസുകളിൽ ചെന്ന് പെടുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്, അവരനുഭവിക്കുന്ന ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, അവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്നത്. എങ്ങനെയായാലും ഒരു ഇത്തരം കേസ് പിന്നീട് തെളിയിക്കപ്പെട്ട് വരുന്നിടം വരെയെങ്കിലും ആ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന അവരുടെ ബന്ധുക്കളിൽ നിന്ന് പോലും കേൾക്കേണ്ടി വരുന്ന പരിഹാസമൊക്കെ ഉണ്ടാവുമല്ലോ. ഇത്രയും വലിയ പൊസിഷനിലിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും നിയമ പോരാട്ടം നടത്തി, അദ്ദേഹം തിരികെ എത്തി, പാർട്ടി ഓഫീസിൽ ഉൾപ്പെടെ ഗൂഢാലോചന നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഇരുന്നാണ് ഈ പരാതി എഴുതി തയ്യാറാക്കിയത്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരാളുടെ ജീവിതം തകർക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ ആ മനുഷ്യനെ ഇല്ലാതാക്കുക എന്നുള്ള, ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക. ഒരുപക്ഷെ അയാൾ പോയി ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ? അദ്ദേഹം ഇപ്പോൾ അത് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അദ്ദേഹം അത്രയും മനസ്സിന് പവറുള്ള ആളായതുകൊണ്ട് അദ്ദേഹം നിയമ പോരാട്ടം നടത്തി. അതില്ലാത്ത ആളുകളല്ലേ. ചേട്ടൻ പറഞ്ഞ പോലെ ഇത്തരം കേസുകളിൽ, പീഡന ആരോപണങ്ങളിൽ, പോക്സോ കേസുകളിലൊക്കെ പരാതി വ്യാജമാണെന്ന് അറിയുന്ന സാഹചര്യത്തിൽ സ്വമേധയാ കോടതി നിയമ സംവിധാനങ്ങളൊക്കെ ഒരു കൗണ്ടർ കേസ് കൊടുക്കാനാവുന്ന ഒരു അവസ്ഥയിലേക്ക് നിയമങ്ങൾ മാറട്ടെ. അതെ, ശരി.